ഞാനിങ്ങനെ നടന്നപ്പോഴേ ഒരു വണ്ടി നിറച്ചും ഇലകൾ. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കുറച്ച് ഇവർ യൂസ് ചെയ്യുന്ന കുറച്ച് ഇലകളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. ആദ്യം ഞാൻ കാണിച്ചത് നമ്മുടെ പച്ചച്ചീരയാണ് കേട്ടോ. പച്ചച്ചീര നാട്ടിലുണ്ട്. പിന്നെ ചുമന്ന ചീര എല്ലാവർക്കും ഫെമിലിയർ ആണല്ലോ. ഇവിടുത്തെ ആൾക്കാർ ഇതെല്ലാ ഇലകളും യൂസ് ചെയ്യും കേട്ടോ. അവർ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ട് നോക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ടൈപ്പ് എന്ത് ഇല കിട്ടിക്കഴിഞ്ഞാൽ അവരത് കറിക്കകത്തിടാറുണ്ട് കേട്ടോ. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവരെന്തോ ഒരു പേര് പറഞ്ഞു. ഒരു മൾബറിയുടെ ഒക്കെ ഇല പോലെ ഇല്ലേ, ഇത് വേറൊരു ടൈപ്പ് ചീരയാണ് കേട്ടോ. ഇവർ പല്യ എന്നാണ് ഇവർ പറയാറ്. പല്യ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തോരൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ തോരൻ മെഴുക്കുവരട്ടിക്കൊക്കെ ഇവർക്ക് പല്യ എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് വേറൊരു ടൈപ്പ് ഇലയാണ്. അപ്പോൾ ഈ പല്ലിക്കകത്ത് ഇടാൻ വേണ്ടിയിട്ട് അവർ മേടിക്കുന്നതാണ് ഇലകൾ മെയിനായിട്ടും. ഇത് തോരനായിട്ടൊന്നും അവർ വെക്കില്ല. അവർ ചാറിൻ്റെ അകത്തൊക്കെ പരിപ്പിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മുരിങ്ങയിലൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ബഞ്ചിന് തന്നെ 50 രൂപ 40 രൂപ അങ്ങനത്തെ ഒരു റേഞ്ചിലാട്ടോ കിട്ടുന്നത്. ഇതും ഇവർ തോരൻ പിന്നെന്താ ഈ ചാറുകറിക്കകത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. കുറേ ഇലകളുണ്ട്, പക്ഷേ ഈ വണ്ടിയിൽ കുറച്ച് ഇലകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ഇതാണ് വേറൊരു ടൈപ്പ് ഇല. പിന്നെ ഒരു വെറൈറ്റി വേറൊരു ചീരയുണ്ട്. ഇതൊന്നും സെയിം അല്ല. ഞാൻ അവരോട് ചോദിച്ചു ആദ്യം കണ്ട ചീരയും രണ്ടാമത് മൂന്നാമത്. അവർ പറഞ്ഞു ഇതൊക്കെ ഡിഫറെൻറ്റ് നെയിമാണെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അവർക്ക് ഞാൻ പറഞ്ഞില്ല ഇലകളില്ലാതെ ജീവിക്കാൻ പറ്റൂല. അവർക്ക് ഡെയിലി വേണ്ട സാധനമാണ്. ഒന്നും ഇല്ലെങ്കിലും മല്ലിയില, പിന്നെ ഇതുപോലെ നമ്മുടെ പാലക്കിൻ്റെ ഇലയൊക്കെ ഇതിലെ റോട്ടിൽ കൂടെ ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. അപ്പം അതും ഈ വണ്ടി കാണുന്ന സാധനമൊക്കെ വൈകുന്നേരം ആകുമ്പോൾ തീരും. എന്താ ഇവർ കാണിക്കുന്നത് എനിക്കറിയില്ല. ചാറൊക്കെ ഉണ്ടാക്കുമായിരിക്കും. തോരനായിട്ടൊന്നും ഇവർ വെക്കാറില്ല കേട്ടോ. തേങ്ങയൊന്നും ഇട്ടിട്ട് ഒരു സാധനം ഇവർ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. ഇതറിയാമല്ലോ നമ്മുടെ ഉള്ളിത്തണ്ട്. പിന്നെ ഇതെന്തായിരുന്നു, ഉലുവയുടെ ഇലയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ എപ്പോഴും മേടിച്ചിട്ടുണ്ട്. വളരെ ന്യൂട്രീഷ്യസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ നമ്മൾ മലയാളികൾക്ക് പറ്റത്തില്ല. ഒട്ടും വയ്യായിരുന്നു. എനിക്കത് കഴിച്ചിട്ട് ഇറക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇനി ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ സ്വന്തം മല്ലിയില, പുതിനയില, ഇത് വളരെ ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. എനിക്കിവിടുത്തെ ഇലകളൊക്കെ മേടിക്കുന്നില്ലെങ്കിലും എനിക്കിതിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതാണ് മല്ലി, പുതിന. പിന്നെ വേറൊരു ഇല ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് കണ്ടിട്ട് നമ്മളിങ്ങനെ കാടും പള്ളിയൊക്കെ പറിച്ച പോലെ ഒരു സാധനമായിരുന്നു. പക്ഷെ അതും വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണെന്ന് അവർ പറഞ്ഞു. അവർ കറിക്കകത്തൊക്കെ ചാറിൻ്റെ അകത്തൊക്കെ അരിഞ്ഞിട്ടൊക്കെ ഇടുന്ന സാധനമാണെന്ന് കേട്ടോ പറഞ്ഞത്. ഇത് അവർ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇത് ഓരോ സീസൺ അനുസരിച്ച് കുറേ ഇലകളിങ്ങനെ മാറി മാറി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ മേടിക്കാറില്ല. ഞാൻ ചീര മാത്രമേ മേടിക്കാറുള്ളൂ. പിന്നെ മല്ലി, പുതിന, കറിവേപ്പില. ഇതാണ് ഇത് കിലോയ്ക്ക് 130 രൂപയ്ക്ക് അവരുടെ ഒരു ബോക്സിൽ വെച്ചേക്കോ. കിലോ 130. നമ്മുടെ നാട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ ചുണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഊതി കളിക്കുന്ന സാധനം. അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്. എനിക്ക് വിശ്വാസം വന്നില്ല. എന്നിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അത് സത്യമായിരുന്നു കേട്ടോ. ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്, ന്യൂട്രീഷ്യസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ വെട്ടിക്കണ്ടിച്ച് കളയാറാണ് പതിവ് ഇങ്ങനത്തെ കാടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഇത് വെച്ച് പിള്ളേർ കളിക്കുകയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇതാണ് ബാംഗ്ലൂരിൽ അവർ യൂസ് ചെയ്യുന്ന കുറച്ച് ഇലകൾ കേട്ടോ. ഇതിൽ കുറേ മിസ്സിങ് ആണ്. ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി വേറെ വെറൈറ്റി കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം കറിവേപ്പിലയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ അത്ര മണവും ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ എവിടെന്നെങ്കിലും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ